എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിഫ്റ്റി ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി, പിന്നെ തിരിച്ച് ചാർട്ട് കണ്ടാൽ നമുക്ക് പ്രീവിയസ് ഡേ ഹൈയിൽ തന്നെ സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലും താഴെ നിൽക്കുകയായിരുന്നു. പക്ഷേങ്കിൽ ഒരു പ്രാവശ്യം ഒരു വൺ സൈഡ് മൂവ്മെൻറ്റ് തന്നതിന് ശേഷം ആ ഹൈയുടെ മുകളിൽ ട്രേഡ് പോയിട്ടില്ല. എന്നാലും നല്ല രീതിയിൽ ഏകദേശം 1% നിഫ്റ്റി പ്ലസ്സിലായിരുന്നു. ഇനി നാളെ മാർക്കറ്റിൽ ഇച്ചിരി ശ്രദ്ധിക്കണം. മാർക്കറ്റിൽ ഈ ഹൈയുടെ മുകളിൽ, അതായത് 23,000 മുകളിൽ ചിലപ്പോൾ ഒരു പ്രാവശ്യം ട്രേഡായ കഴിഞ്ഞാൽ സൂക്ഷിക്കണം. മാർക്കറ്റ് ഇറങ്ങിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോഴത്തേനെ ഇപ്പം സൺഡേയിലാന്ന് തോന്നുന്നു ഗവൺമെൻറ്റിൻ്റെ സത്യപ്രതിജ്ഞ. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് നാളെ കൂടെ ചിലപ്പോൾ കയറി നിൽക്കുമായിരിക്കാം. എന്നാലും ആ റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് തിരിച്ചിറങ്ങാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബാങ്ക് നിഫ്റ്റി അതുപോലെ തന്നെ സെയിം പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പൺ ചെയ്തു തിരിച്ച് കുറച്ചിറങ്ങി. അതും ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആയിരുന്നു. ഒരു ഹൈ അടിച്ചതിന് ശേഷം പിന്നെ ഹൈ പോയിട്ടില്ല. പക്ഷേ ലോ അടിച്ചിട്ട് ലെവലുകളൊന്നും നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഒരു കൃത്യമായിട്ടൊരു ഇത് പറയാൻ പറ്റത്തില്ല. 20 MA വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചാൻസ് പറയാൻ പറ്റും. അത്രയേ ഉള്ളായിരുന്നു. പിന്നെ CPRൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് ലെവലുകളിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ നാളെ ഇതൊക്കെ ഈ ഇന്നത്തെ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങും. അതല്ല ചിലപ്പം നാളെ ഒരു ഹെവി മൂവ്മെൻറ്റ് തന്നോ ചിലപ്പോൾ 50,000 ഒരു പ്രാവശ്യം കൂടെ ടച്ച് ചെയ്യാനോ ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ അവിടുന്ന് നല്ല ചാൻസ് ആയിരിക്കും താഴോട്ട് ഇറങ്ങാനുള്ളത്. എന്തായാലും ഇന്ന് PSU കമ്പനികളുടെ ഇന്നത്തെ മൂവ്മെൻറ്റ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ 2 ദിവസമായിട്ട് ഉള്ള കയറ്റം ഏകദേശം തീരാറായെന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പം പ്രത്യേകം അത് ശ്രദ്ധിക്കണം. ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിരുന്ന ഷെയർസിനകത്ത് നമ്മൾ 15 ഷെയർ എടുത്തതിനകത്ത് ഒരു 6-7 ഷെയർ നല്ല രീതിയിൽ നമുക്ക് ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി ചില ഷെയറുകൾ നമുക്ക് ചാൻസ് വരുന്നുണ്ട്, പക്ഷേ വീണ്ടും തിരിച്ച് കയറുന്നുണ്ട്. ലെവലുകൾ വന്നിട്ട് ഇറങ്ങുമ്പം നല്ല രീതിയിൽ ഇറങ്ങുന്നുണ്ട്, പക്ഷേ തിരിച്ച് വീണ്ടും കയറിപ്പോകും. കുറച്ച് ഷെയർ, ഒരു 4-5 ഷെയർ ഞാൻ കാണിച്ചിട്ട് നമുക്ക് നാളത്തെ ഷെയർ ഏതൊക്കെയാണെന്ന് നോക്കാം. പകീരിയ കെമിക്കൽ എന്ന് പറയുന്ന ഒരു ഷെയർ, ഓപ്പണിങ്ങിൽ 6 മുകളിൽ ഓപ്പണായി ഇവിടെ ഇത് പോയി ഹൈ അടിച്ചു. അതിനുശേഷം ഇവിടെ ഇറങ്ങി നമ്മളിവിടെ എൻട്രി എടുക്കും. 244 എൻട്രി, 45 എൻട്രി എടുത്താൽ നമുക്ക് 239 റേഞ്ച് കിട്ടുന്നുണ്ട്. വീണ്ടും തിരിച്ച് ഈ ഒരു ലെവൽ നോക്കി നമുക്കവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ച കറക്റ്റായിട്ട് ആ ഒരു ഇവിടെ വന്ന് ടച്ച് ചെയ്ത് ഇവിടെ ടച്ച് ചെയ്ത് അവിടെ. പക്ഷേ ഈ റേഞ്ച് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. അത് ചാർട്ട് റീഡ് ചെയ്യുന്നവർക്ക് മനസ്സിലാകും. പക്ഷേ നമുക്ക് വീണ്ടും ചാൻസ് ഇവിടെ നിന്ന് എടുത്താൽ മതി. 244 താഴോട്ട് പോകും, 44 45 താഴോട്ട് പോകുമ്പോൾ എടുക്കുക. 237 രൂപ, ഇവിടെ ഒരു 5 രൂപ, അങ്ങനെ 2 പ്രാവശ്യമായിട്ട് അവിടെ നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ KCP സിമെൻറ്റ്, KCP ലിമിറ്റഡ് എന്ന് പറയുന്ന ഷെയർ, അതും ഇവിടെ നോക്കിയാൽ അറിയാം. ഓപ്പണിങ്ങിലൊരു ഹൈ അടിച്ചു, ഇവിടെ ഇറങ്ങി. നമ്മളിവിടെ എൻട്രി എടുക്കും. ഇവിടെ എൻട്രി എടുത്ത് 227 എടുത്താൽ നമുക്ക് 235 മുകളിലോട്ട് സ്റ്റോപ്പിൽ 235 238 അടിച്ചിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ ഇതായിരിക്കണം സ്റ്റോപ്പ് ലോസ്. പക്ഷേ ഇവിടെ നമ്മൾ എൻട്രി എടുത്താൽ 227 എടുത്താൽ 222, 5 രൂപ പെട്ടെന്ന് തന്നെ 5 മിനിറ്റിനുള്ളിൽ തന്നെ തരുന്നുണ്ട്. വീണ്ടും തിരിച്ച് കയറുന്നുണ്ട്. കയറി പക്ഷേ ഹൈ അടിക്കുന്നില്ല. നമ്മളന്നേരം നോക്കേണ്ടത് ഈ ഹൈ തിരിച്ചടിച്ച് മുകളിലോട്ട് ഇവിടെ കയറി വരുന്നുണ്ടോ നോക്കണം. വരുന്നില്ല. അത് നേരെ തിരിച്ച് വീണ്ടും ഇറങ്ങുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പം നമ്മളിവിടെ എൻട്രി വീണ്ടും എടുക്കുക. 227 എടുത്താൽ 218 വരെ ഏകദേശം 9 രൂപ പ്രോഫിറ്റ് അവിടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം IMFA എന്ന് പറയുന്ന ഷെയർ വൺ സൈഡ് മുകളിലോട്ട് പോയി ഇവിടെ വന്നിട്ടാണ് 6 മുകളിൽ കയറിയിട്ട് തിരിച്ചിറങ്ങി. നമ്മൾ ഈ 727 ഒരു എൻട്രി എടുത്താൽ 711, അതായത് 16 രൂപ പ്രോഫിറ്റ്. വീണ്ടും തിരിച്ചിത് കയറി പോകുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് ടൈമിൽ ഇവിടെ എടുക്കാൻ പറ്റില്ല. ഇവിടെ 3 മണിക്ക് ശേഷം, ഇത് 3:20 ശേഷമാണ് ഇട്ടിട്ട്. ഇവിടെ നമ്മൾ എടുക്കുന്നത് ഹൈ റിസ്ക് ആണ്. അപ്പോൾ നമ്മളിത് അവോയ്ഡ് ചെയ്യും. 3 മണിക്ക് ശേഷം ഏതെങ്കിലും ചാൻസ് തന്നാൽ ഹെവി റിസ്ക് ആണ്. നമ്മളധികം അതിൽ ട്രേഡ് എടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അടുത്തത് TI തിലക് നഗർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഷെയർ.
ഇതിനകത്തൊന്നും മൂവ്മെൻറ്റ് തരുന്നില്ല. പിന്നെ പ്രസ്റ്റീജ് എന്ന് പറയുന്നൊരു ഷെയർ, പ്രസ്റ്റീജ് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഇപ്പോൾ R1 പോകാതെ ഇവിടെ ഇറങ്ങുന്നുണ്ട്. 1734 വരെ എൻട്രി എടുത്താൽ നമുക്ക് 1697 36-37 രൂപ പ്രോഫിറ്റ് തരുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ടൈം വൺ സൈഡ് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. നാളെ ഇത് R1 റേഞ്ച് ഒക്കെ പോയിട്ട് ഒറ്റയടിക്ക് താഴെ ഇറങ്ങാനാണ് ഈ ഷെയർ ചാൻസ് കൂടുതൽ. നോക്കാം നമുക്ക്. അപ്പം വേറെ കുറച്ച് ഷെയറിലും ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് ഇന്ന് ചാൻസ് തന്നിട്ടുള്ളൂ. വൺ സൈഡ് അപ്പിലോട്ട് പോയി എന്നിട്ടും നമുക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട് ഷെയർസിനകത്ത്. വേറെ പല ഷെയർസിനകത്ത് നമ്മൾ പറയുന്ന രീതി നമ്മൾ എടുക്കാത്ത ഷെയർസിനകത്തും കിട്ടിയിട്ടുണ്ട്, ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ എടുത്ത ഷെയറിൽ ഒരു 6-7 ഷെയറിനകത്ത് ചാൻസ് ഉള്ളായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്ന് ട്രേഡ് ചെയ്ത ഷെയറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. ഇനി നമുക്ക് നാളെ നമുക്ക് ചാൻസ് കിട്ടാൻ സാധ്യതയുള്ളത് നോക്കാം. ഇതാണ് നാളത്തേനുള്ള ഷെയർസ്. നമ്മൾ 19 ഷെയർ എടുത്തിട്ടുണ്ട്. ഈ 19 ഷെയറിൽ എനിക്ക് ഏറ്റവും നല്ല ചാൻസ് പോകുന്ന ഒരു ഷെയർ എന്ന് പറയുന്നത് ഈ REC എന്ന് പറയുന്ന ഷെയർ. പ്രത്യേകിച്ച് REC പല ഷെയറുകളുണ്ട്. ഇത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ PSC കമ്പനികൾ, REC, PFC, പിന്നെ BHEL, ഇതൊക്കെ നാളെ മിക്കവാറും നല്ല രീതിയിൽ ഇറങ്ങാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ നമ്മൾ നോക്കുക, നമുക്ക് ഈ ലെവൽ കിട്ടി. ഇത് കണ്ടില്ല, ഇതിൻ്റെ R1 514, ഹൈ 514. ഈ ലെവൽ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസാണ്. പക്ഷേ എങ്കിൽ എനിക്ക് തോന്നുന്നില്ല ആ റേഞ്ച് വരുമെന്ന് തോന്നുന്നില്ല. നാളെ ചിലപ്പോൾ 500 മുകളിൽ പോയിട്ട് ഈ 493 കട്ട് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ ഇറങ്ങിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ ഇർക്കോൺ എന്ന് പറയുന്ന ഷെയർ, ഇർക്കോൺ ആവറേജ് വന്നിട്ട് 56.40. ഇത് ശ്രദ്ധിക്കുക. ഷെയറിൻ്റെ ഇർക്കോണ്, REC ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഷെയറുകളെല്ലാം എനിക്ക് തോന്നുന്നത് ഇന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ നാളെ അത് ഈ ആവറേജിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ അതിനകത്ത് ചാൻസ് എടുക്കാം. ഇപ്പോൾ ഇർക്കോൺ എന്ന് പറയുന്ന ഷെയറിനകത്ത് ഈ 56 മുകളിൽ, അത് 260 പോയിട്ട് ഈ 256 കട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് എൻട്രി എടുത്ത് പെട്ടെന്ന് നല്ല രീതിയിൽ താഴോട്ട് ചാൻസ് കിട്ടും. ഈ ഷെയറിനകത്ത് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. പിന്നെ REC പറഞ്ഞു, JWL ഇതും നോക്കുക. ഈ ഷെയർ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഈ BC 587.78. BCയും TC എപ്പോഴും ശ്രദ്ധിക്കും. BC നമുക്ക് TC ആണ് ഹൈയിൽ വരേണ്ടത്. ചില സമയത്ത് ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് വരും. പക്ഷേങ്കിൽ അത് കുഴപ്പമില്ല. അപ്പോൾ ഈ വലിയത് TC ആയിട്ട് അങ്ങ് എടുത്താൽ മതി. ഇപ്പോൾ 587.78. അപ്പോൾ ഇതിൻ്റെ ആവറേജ് വന്നിട്ട് കണ്ടില്ലേ ഇവിടെ. അപ്പോൾ ഈ ഷെയർ നാളെ JWLൻ്റെ പിന്നെ ഹൈയും R1 ഏതെങ്കിലും പോയി ഇറങ്ങുവാണെങ്കിൽ നല്ലതാണ്. അതല്ല എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം, ഈ JWL എന്ന് പറയുന്ന ഈ ഷെയർ 590 മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഈ ലെവൽ കട്ട് ചെയ്ത് താഴെ ഇറങ്ങിയാൽ നമുക്ക് നല്ല ചാൻസാണ്. ഈ ലെവൽ കട്ട് ചെയ്യുക, അതിനുശേഷം ഈ ലെവലോട് കട്ട് ചെയ്താൽ പിന്നെ എൻ്റെ ഒരു കാൽക്കുലേഷൻ അത് കൺഫേമാണ്, താഴോട്ട് തന്നെ പോകത്തുള്ളതെന്ന് എനിക്ക് കൺഫേമാണ്. നോക്കുക എന്തായാലും. പിന്നെ അന്നേരത്തെ മൂവ്മെൻറ്റിൻ്റെ അനുസരിച്ചിരിക്കും. ഹെറിറ്റേജ് ഫുഡ് 10%. എനിക്ക് തോന്നുന്നു നാളെ ഇത് ASM ലിസ്റ്റ് വരും. ASM ലിസ്റ്റ് വന്നാൽ ഇതിനകത്ത് നിങ്ങൾ നോർമൽ ബ്രോക്കർമാരൊന്നും ഇതിനകത്ത് ഇത് ലിമിറ്റ് കൊടുക്കത്തില്ല. പക്ഷേങ്കിൽ ASM ലിസ്റ്റ് വന്നാൽ ഈ ഷെയർ ചിലപ്പോൾ ഒരു നല്ല രീതിയിൽ താഴോട്ട് ഇറങ്ങാൻ ചാൻസ് കൂടുതൽ. കാരണം ഇതിപ്പം ഗവൺമെൻറ് ഫോം ചെയ്യുമ്പോൾ ചന്ദ്രബാബു നായിഡു അവരുടെ കോലീഷനകത്തുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോൻ പ്രൊമോട്ടറായിട്ടുള്ള ഒരു കമ്പനിയാണിത്, ഹെറിറ്റേജ് ഫുഡ്. അപ്പോൾ അതിൻ്റെ ഒരു മൂവ്മെൻറ്റാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ ഷെയർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഈ ഷെയറിനകത്ത് നാളെ എന്തായാലും ASM ലിസ്റ്റിലാണെങ്കിൽ ഹൈ അടിച്ചിട്ട് ഇറങ്ങാനാണ് ചാൻസ്. ഒന്നുകിൽ ലോയിൽ ഓപ്പൺ ആണെങ്കിൽ ചിലപ്പോൾ ലോയിൽ ഓപ്പൺ ആയി. ഇപ്പോൾ നാളെ 598 ഓപ്പൺ ആയെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ 598, ഇപ്പോൾ ഇതിൻ്റെ ക്ലോസിങ് 601 അല്ലേ, 601 താഴെ ഓപ്പൺ ആയെങ്കിൽ ഈ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എൻട്രി എടുക്കാം. പക്ഷേ ഇതിന് മുകളിലോട്ട് കൊണ്ട് സ്റ്റോപ്പ് ലോസ് വെക്കരുത്. 602 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എടുക്കാവും. അതും ഒരു 595, 96 ആ റേഞ്ചിലൊക്കെ ഓപ്പൺ ആവുമെങ്കിൽ മാത്രം, അല്ലെങ്കിൽ വിട്ടേക്കുക. ആ ഒരു ചെറിയ റിസ്ക് അതിനകത്ത് എടുക്കാൻ നിങ്ങൾ പറ്റണം. അപ്പോൾ അതെല്ലാം അടിച്ചു പോയെങ്കിൽ പിന്നെ പൊക്കട്ടെ, പിന്നെ നമ്മൾ അടുത്ത ലെവൽ നോക്കിയാൽ മതി. ഈ ലെവൽ വന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ എൻട്രി എടുക്കുക.
ചെറിയൊരു റിസ്കിൽ അങ്ങനെ മൈനസ് ഓപ്പണിംഗ് വന്നാൽ ഒരു ചാൻസ് എടുക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ സെൻസാർ ടെക്നോളജി നാളെ 700 രൂപയ്ക്ക് മുകളിൽ പോയിട്ട് ഈ 690 കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ചാൻസ് എടുക്കാൻ സാധ്യത കിട്ടും നമുക്ക്. അതുപോലെ KNR കൺസ്ട്രക്ഷൻ ആവറേജ് 82 ആണ്. ഇതും ചിലപ്പോൾ നാളെ ASM ലിസ്റ്റിൽ പോയി ഷെയർ. രണ്ട് ദിവസമായിട്ട് നല്ല മൂവ്മെൻ്റ് ആണ്. ഇതും പിന്നെ ആന്ധ്ര ബേസ്ഡ് കമ്പനി, അതുകൊണ്ടാണ് ഇതിന് മൂവ്മെൻറ്റ് കിട്ടുന്നത്. ആന്ധ്ര ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയുള്ളതാണെങ്കിൽ അവർക്ക് ഓർഡറേഴ്സൊക്കെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാൻ ചാൻസ് കൂടുതൽ. ആ ഒരു എക്സ്പെക്റ്റേഷൻ കയറി പോകുന്നതാണ്. അത് തന്നെയല്ല നല്ല കമ്പനിയുമാണ്. അപ്പോൾ നാളെ ഇത് ഈ ഹൈ 407, 409 റേഞ്ച് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ഏറ്റവും നല്ല. പക്ഷേ നമുക്കത് കിട്ടാൻ ചാൻസ് കുറവാണ്. പിന്നെ ഓരോ മൂവ്മെൻറ്റിൻ്റെ അനുസരിച്ച് ഞാനാണെങ്കിൽ ഇത് എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഞാൻ എടുക്കും എൻട്രി. പക്ഷേ താഴെയാണെങ്കിൽ എൻട്രി എടുക്കും. പക്ഷേങ്കിൽ നോർമൽ നിങ്ങളാണെങ്കിൽ ഒന്നുകിൽ ആ റേഞ്ചിൽ എടുക്കുക, അതല്ല എങ്കിൽ ഒരു 80, ഇത് ഉണ്ടല്ലേ ആവറേജ് 382 ആണ്. ഇതിന് മുകളിൽ പോയിട്ട് ഇതിന് താഴോട്ട് വോളിയം കയറിയാണോ ഇറക്കുന്നതെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് എൻട്രി എടുക്കാം. ഏജീസ് കെമിക്കൽ ആവറേജ് നിൽക്കുന്നു. അതായത് ഇത് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് 800 മുകളിൽ പോയിട്ട് ഇറങ്ങുന്നതെന്ന് നോക്കുക. 800 മുകളിൽ പോയിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇപ്പോൾ 805 ഹൈ വന്നതെങ്കിൽ തിരിച്ച് 800 താഴോട്ട് വരുവാണെങ്കിൽ 800 താഴെ വരുമ്പോൾ ഇപ്പോൾ ലെവലൊന്നും അല്ലത്. പക്ഷേ 800 താഴെ വരുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. ആ 805 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് താഴെ പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റ് എന്തായാലും കിട്ടും. പക്ഷേ നമുക്ക് ചെറിയ പ്രോഫിറ്റ് ആകുമ്പോൾ ചിലർ ചിലപ്പോൾ ബുക്ക് ചെയ്യത്തില്ല. അങ്ങനെ വന്നവരെ 805 സ്റ്റോപ്പ് ലോസ് ഇട്ട് മാറുക. 805 അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ 833 വരുന്ന ഇറങ്ങുവാണെങ്കിൽ മാത്രമേ നോക്കാവൂ. അതുപോലെ PNC ഇൻഫ്ര എന്ന് പറയുന്ന ഷെയർ, PNC ഇൻഫ്ര 500, അതും ആവറേജിനടുത്താണ് ക്ലോസിങ് വന്നിരിക്കുന്നത്. ഇതൊക്കെ വന്നിട്ട് ഒന്നീ പ്രീവിയസ് ഡേ ഹൈ, അതല്ല എങ്കിൽ R1 റേഞ്ച് വന്നിട്ട് R1 റേഞ്ച് വരുമ്പോഴത്തേന് 5% ആവും. അപ്പോൾ അവിടെ എൻട്രി എടുക്കാൻ പറ്റും. ഈ പ്രീവിയസ് ഡേ ഹൈ വന്നാലും 5% ആവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നാം ഇന്ത്യ എന്ന് പറയുന്ന ഈ ഷെയർ ഈ 622 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ഒരു ചെറിയ ചാൻസ് എടുക്കുക. അതല്ലെങ്കിൽ ഈ റേഞ്ചിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ഓപ്പണിങ്ങിൽ ഈ റേഞ്ച് കിട്ടി ഇറങ്ങുന്നതാണ്ടാ നല്ല രീതിയിൽ ഇറങ്ങി വരും. അത് ശ്രദ്ധിക്കുക. അതുപോലെ മസ്ഡോക്ക് ശ്രദ്ധിക്കുക. മസ്ഡോക്ക് ഈ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കുക. അതല്ലേ പിന്നെ R1 റേഞ്ചൊക്കെ ഇതൊക്കെ ഹെവി മൂവ്മെൻ്റ് ഉള്ള ഷെയർ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. പിന്നീട് ഈ യുനോമിൻഡ എന്ന് പറയുന്ന ഷെയർ 1000 മുകളിൽ പോയിട്ട് ഇറങ്ങുന്ന കണ്ടാൽ 1000 ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു ഷെയർ പറഞ്ഞു 1000, 1010 ഒക്കെ പോയിട്ട് ഇറങ്ങുന്ന കണ്ടു കഴിഞ്ഞാൽ ലെവലൊന്നും വരുന്നില്ല. അതുകൊണ്ടാണ്. അങ്ങനെ വരുവാണെങ്കിൽ ആ ഷെയർ 1000 താഴോട്ട് ഇറങ്ങുമ്പോൾ ഒരു ചാൻസ് എടുക്കുക. അന്നേരത്തെ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടുക. ഈ വാബാഗ് എന്ന് പറയുന്ന ഷെയർ 1100 മുകളിൽ പോയിട്ട് 1087 താഴോട്ട് വരുവാണെങ്കിൽ നോക്കുക. അത് അന്നേരത്തെ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ്. അതല്ല എങ്കിൽ ഈ ലെവൽ R1 പോയിട്ട് ഇറങ്ങും. ഓപ്പണിങ്ങിൽ ഈ R1 പോയിട്ട് ഇറങ്ങുന്ന കണ്ടാൽ നല്ല ചാൻസ് ആയിരിക്കും. ഓപ്പണിങ്ങിൽ ഈ ലെവൽ വരാതെ താഴെ തന്നെ ഓപ്പണായിട്ട് തിരിച്ച് കയറിയാൽ ചിലപ്പോൾ ഈ ലെവലൊക്കെ കട്ട് ചെയ്ത് നല്ല രീതിയിൽ മുകളിലോട്ട് കയറി പോകും. ഈ നവഭാരത് വെഞ്ചർ എന്ന് പറയുന്ന ഈ ഷെയർ നോക്കുക. 600 പോയിട്ട് 595 കട്ട് ചെയ്ത് ചാൻസ് എടുക്കുക. അതല്ല എങ്കിൽ ഈ ലെവൽ പോയിട്ട് ഈ ലെവൽ ഓപ്പണിങ് കിട്ടിയാൽ നല്ലതാണ്. ഈ ഓപ്പണിങ്ങിൽ ഈ ലെവലേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചേ ചെയ്യാം. സെഞ്ച്വറി ടെക്സ്റ്റൈൽസും 2218 ഈ റേഞ്ചിന് പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു ചാൻസാണ്. അതല്ല 2200 വരെ പോയിട്ട് 2250 വരുവാണെങ്കിൽ ചെറിയ രീതിയിൽ ചാൻസ് എടുക്കുക. നസാറ ടെക്നോളജി ഈ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാൻ കുഴപ്പമില്ല. IFB ഇൻഡസ്ട്രീസും ഇപ്പോൾ ഒരു 1360-70 പോയിട്ട് 1350 കട്ട് ചെയ്താൽ നമുക്ക് ചാൻസ് എടുക്കാം. അതല്ല ഹെവി മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ R1 റേഞ്ചിൽ പോയിട്ട് വരുവാണെങ്കിൽ ചാൻസ് എടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നല്ല ഷെയറുകളാണ്, എല്ലാം നല്ല വോളിയുള്ള ഷെയറാണ്. ഈ DCM ശ്രീരാം മാത്രമേ ഉള്ളൂ വോളി ഇല്ലാത്തത്. അത് ഞാൻ എടുത്തതിന് ശേഷമാണ്. ഇത് കഴിവതും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഈ ഷെയർ ഇതിനകത്ത് ചെയ്യേണ്ട കാര്യമില്ല. ബാക്കി ഷെയറിനകത്തൊക്കെ പ്രത്യേകിച്ച് ഇർക്കോണ്, JWL, REC ലിമിറ്റഡ്, പിന്നെ KNR കൺസ്ട്രക്ഷന്, IFB ഇൻഡസ്ട്രീസ്, ഇതൊക്കെ നല്ല ചാൻസ് തരാൻ സാധ്യതയുള്ള ഷെയർ. അപ്പോൾ ആ ഷെയറുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.